Hey! Welcome back to another episode. Blah 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 blah. അപ്പോൾ നമ്മളിന്ന് വാഗമണില് ഒരു റിസോർട്ടിൽ ഇരിക്കുകയാണ്. ഈ റിസോർട്ടിൽ ഇരിക്കാനുള്ള കാരണം ഇവ പറയുന്നതായിരിക്കും. കാരണം ജയാണ് ഇത് തുടക്കം. അപ്പൊ ജയാണ് എല്ലാം തുടക്കം ഇട്ടത്. നമ്മളിപ്പം ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷമാണ് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതെ. കാരണം കോളേജ് കഴിഞ്ഞോണ്ട്. കോളേജ് കഴിഞ്ഞു, ഇമാർക്കെല്ലാം ജോലി കിട്ടി. ജയ എവിടെ ജോലി ചെയ്യുന്നത്? കൊച്ചി. ഞാൻ ജോലി ചെയ്യുന്നത് കൊച്ചി കടവന്തറ. അപ്പം നീ പറ, സംസാരിക്കേ. ഞാൻ ജോലി ചെയ്യുന്നത് കൊച്ചി കല്ലൂർ. ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തർ. ഞാൻ ജോലി ചെയ്യുന്നത് കൊച്ചി അങ്കമാലി. ഞാൻ ജോലി ചെയ്യുന്നത് മൂവാറ്റുപുഴ. ഞാൻ ജോലി ചെയ്യുന്നത് വീട്ടിലിരുന്നാണ്. ഞാൻ ജോലി ചെയ്യുന്നത് കായംകുളം. ഇത് നമ്മുടെ അതിഥിയാണ് ഇന്നത്തെ. നമ്മുടെ ഹോസ്റ്റലിലായിരുന്നെങ്കിലും നമ്മുടെ കൂടപ്പുറപ്പാണ്. പേര് കൃഷ്ണജിത്ത്. പുതിയ BMW അളിയൻ എടുത്തിട്ടുണ്ട്. ഗോബ്ലിൻ 344. പിന്നെ അഭിജിത്ത് നമ്മുടെ കൂടെ ഇല്ല. അതിന്റെ വിശേഷങ്ങൾ ഡാനി പറയുന്നതായിരിക്കും. ഞാൻ പറയില്ല. ആർക്കും പറയണ്ട. അതൊന്നുമില്ല. അഭിജിത്ത് ഇച്ചിരി ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അതിനിടയിൽ എന്തോ പോലീസ് നോക്കി അങ്ങനത്തെ കുറച്ച് സീനൊക്കെ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം അഭിജിത്ത് നമ്മളോട് ഉണ്ടാവും. അടുത്തതായി നമ്മൾ ഏവരും കാത്തിരുന്ന, ആകാംക്ഷയോടെ കാത്തിരുന്ന എല്ലാ എപ്പിസോഡിലും നമ്മൾ ഒരു പാട്ട്, എബുവിൻ്റെ ഒരു പാട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഈ എപ്പിസോഡിൽ നമ്മൾ അത് തുടരുകയാണ്. അപ്പോൾ നമ്മൾ മൈക്ക് എബുവിന് കൈമാറുകയാണ് സംഗീതത്തിനായി. ഏത് പാട്ട്? ചെയ്യാവേ. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രി കുമാരനോടിഷ്ടമായി കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു രാഗങ്ങളിൽ സ്വയംവരം. സയ്യാവേ 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 സയ്യാവേ. അപ്പം ഇനി ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അടുത്ത മാസം ഞാനിപ്പം കാനഡയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വിഷമമുണ്ട്. അപ്പം ഇനി ഇവൻ ജനുവരിയില് കാനഡയ്ക്ക് വരും. അപ്പം അങ്ങനെ നമ്മള് അവസാനത്തെ ഒരു കൂടലാണിത്. ആണ് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൂടാന്ന് വിചാരിച്ചാണ്. പക്ഷെ അഭിജിത്ത് ഒന്നില്ല, ഡ്യൂ ടു സം ഫാമിലി പ്രോബ്ലംസ്. അപ്പം ഇങ്ങനെ വാഗമണില് നീ ഇത് കാണണം. അതെ, നീ വിഷമിക്കണം. നമ്മൾ ഭയങ്കര വൈബൊക്കെ അടിച്ച്, ഇതിന്റെ ബ്ലോഗ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടാവും. ഭയങ്കര വൈബൊക്കെ അടിച്ച് മറിഞ്ഞ് കിടിലം ഒരു ട്രിപ്പാണിത്. അപ്പൊ നമ്മള് വാഗമണി ഇൻഡസ് വാലി എന്ന് പറഞ്ഞ റിസോർട്ടിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പം ഒരു 10 കിലോമീറ്റർ ചുറ്റും ആരുമില്ല, നമ്മൾ പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അപ്പം എബുവിന്റെ നമ്മളിപ്പോ ഒരു വർഷക്കാലോളം പോഡ്കാസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു വർഷം ഉണ്ടായ മാറ്റങ്ങൾ പറ എബുവില്. എബു സിനിമയിലൊക്കെ പോയില്ലേ? ഞാൻ സിനിമ വർക്കൊക്കെ ചെയ്തില്ല, അതൊക്കെ പറ. നീ സിനിമ വർക്ക് ചെയ്യില്ല സണ്ണിവേന്റെ? അത് ആ പടം ഇറങ്ങിയിട്ടില്ല. നീ ഇറങ്ങാൻ പോകുന്നില്ല. അതറിയത്തില്ല. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സെറ്റിലെ വർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. അതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാന്നൊക്കെ പഠിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഒരു മാസം വെയിലും കൊണ്ട് മഴ നനഞ്ഞ് നടന്നു. ഞാൻ ശരിക്കും പോയി, മഴയാണേലും വെയിലാണേലും വർക്ക് അവിടെ നടക്കും. അന്നേരം അത് കുറെ കഷ്ടപ്പാടുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പഠിക്കാനുള്ള പരിപാടിയായിട്ട് പോകണം. അത് കഴിഞ്ഞ് ബാക്കി ഒരു വരവുണ്ട്. കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങള്. എനിക്ക് തോന്നണേ
ഞാൻ ഇവിടെ മോളിവുഡിൽ നിൽക്കേണ്ട അല്ലാതെ ടോളിവുഡ്, തമിഴ്നാട്, ബോളിവുഡ് അല്ല, എനിക്കിന്ന് ഹോളിവുഡില് നമ്മുടെ കഴിവുകള് പുറത്തേക്ക് ഇറങ്ങും. മറ്റേ അവതാറിന്റെ ഒക്കെ അടുത്ത ഇത് വരുന്നുണ്ട്. അപ്പൊ അതില് എന്തായാലും റോൾ എന്തായാലും കിട്ടും. തീർച്ചയായിട്ടും അവതാറായിരിക്കും. അങ്ങനെ ചെറിയൊരു സാധ്യത മുമ്പിൽ കിടക്കുമ്പോൾ നമ്മളൊന്ന് പരീക്ഷിക്കണമല്ലോ. ഡാനി നമ്മുടെ കോളേജൊക്കെ ഇറങ്ങി നേരെ ഖത്തറിലേക്ക് പോയി. എന്തിനാന്ന് അവനിതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എന്നാ സംഭവം. അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖത്തറിൽ നിന്ന് ജോർജിയയിലോട്ട് പോയി. അതിനെ പറ്റി ഇന്നലെ നമ്മൾ ചോദിച്ചു, എടാ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. അവർ അത് ഒന്നും ഇല്ലെന്ന് പറ, ഇനി പറ. എന്ത് പറയാനാണ് ഗൈസ്, ഖത്തറിൽ നമ്മളെല്ലാ മലയാളികളും പോണ പോലെ ഗൾഫിൽ പോണ പോലെ വർക്ക് ചെയ്യാൻ തന്നെയാണ് പോയത്. അതെ ആടുജീവിതം ഒന്നുമല്ല, പക്ഷെ ഇപ്പം അവിടെ സീസൺ അല്ല, അപ്പം അതും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താണ് ഈ ട്രിപ്പിന് വന്നത്. അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് പോലെ അല്ല ഖത്തർ. പണിയെടുക്കേണ്ടത് നന്നായിട്ട് പണിയെടുക്കണം, അതൊക്കെ തന്നെ. വിഷമമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്ത വൈബാകും. കാരണം നമ്മുടെ പിള്ളേരുടെ കൂടെ നമ്മൾ വൈബ് അടിച്ച് ഇങ്ങനെ ഇത് വരുമ്പം ഒരു കുട്ടിക്കളിയാണല്ലോ. പിന്നെ അവിടെ ഫോണിന്റെ മൈക്ക് ഓഫ് ചെയ്തൊരു ഡൗട്ട് ഉണ്ട്. അതായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഒന്ന് ബാക്ക് ടു നമ്മൾ പഴയ വൈബ്. വിഷമമുണ്ട്, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവർ പോവും. അപ്പം ഞാൻ പോയില്ലെന്ന് തീരുമാനമായിട്ടില്ല. സാധ്യത ഇപ്പം കാണുന്നുണ്ടെന്ന് അറിയില്ല. അരവിന്ദും പോവാണ്. അത് എനിക്ക് എന്താ പറയാ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇവന്മാരുടെ കൂടെ പോകാൻ പറ്റിയില്ല. കോളേജ് വെച്ച് സപ്ലൈ ഒക്കെ അടിച്ചു, പക്ഷെ അതൊക്കെ കിട്ടി. അപ്പം എഴുതി കിട്ടി. അപ്പം അല്ലേ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ജാനുവരി പോകുന്നുണ്ട്. അപ്പൊ ഇവന്മാരെ അവിടെ വെച്ച് കാണും. ജയയുടെ ഭാവി പരിപാടി. ജയ 2 കമ്പനി മാറി വർക്ക് ചെയ്ത ആളാണ്, ഒരു വർഷം കൊണ്ട്. അതെ, ജയ കൊച്ചിയിൽ മാറി മാറി കമ്പനികൾ മാറി മാറി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയൊരു അതിന്റെ ഇടയിൽ കുറെ റീലുകൾ അഭിനയിച്ചു. പിന്നെ ഓണത്തിന്റെ എന്തോ ഒരു ഐറ്റം ചിപ്സ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര ഫേമസ് ആണ്. എക്സ്പീരിയൻസ് അറിയണം. ഞാൻ എന്ത് പറയാൻ, ആദ്യം അഭിജിത്ത്, നമ്മുടെ കൂട്ടത്തിലുള്ള അഭിജിത്ത് ജോലിക്ക് കയറി. പിന്നെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഞാൻ പറയട്ടാ, അഭിജിത്ത് ജോലിക്ക് കയറി. പിന്നെ ഞാനിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഒരു 4 ദിവസം കോളേജ് കഴിഞ്ഞ് ഒരാഴ്ച മാത്രം വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. ഇപ്പോഴത്തേക്കും കൊച്ചിയിൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു അഡ്വർടൈസിങ് ഏജൻസിയിൽ കിട്ടി. അങ്ങനെ അങ്ങോട്ട് ചാടി ഇൻ്റർവ്യൂവിന് പോയി. അപ്പോഴത്തേക്ക് അവരാദ്യം ഒരുമാതിരി ഇങ്ങനെ പറഞ്ഞ് സെറ്റായി. പിന്നെ എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ കയറി. കാരണം ഇനി പിന്നെ കുറേ കമ്പനി നോക്കിയൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം അവിടെ തന്നെ കയറി. അവിടെ കയറി ഒരു 8 മാസം 9 മാസം വർക്ക് ചെയ്ത് കുഴപ്പമില്ല. പിന്നെ കമ്പനി കൊള്ളാം, നല്ലതാണ്. പക്ഷേ ഒരു ആദ്യം കയറിയ സമയത്ത് സെറ്റായിരുന്നു. ഇപ്പോൾ ഒരു ലെവൽ എത്തിയപ്പോഴത്തേക്കും മാറി തുടങ്ങി. അവിടുത്തെ ആൾക്കാരും എല്ലാവരും കറക്റ്റ് എന്താന്ന് വെച്ചാൽ ഭയങ്കര പണി ശോകം, അല്ലാതെ ഇന്റേണലി ഫുള്ള് ഭയങ്കര ശോകം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെ അവിടെ നിന്ന് നൈസിന് ചാടി, അവിടെ നിന്ന് പെതുക്കെ ചാടി. പിന്നെ പാസിയോ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് കടവന്തറ. അങ്ങനെ അവിടെ കയറിയപ്പോഴത്തേക്കും ഫുള്ള് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റ്. കമ്പനി മൊത്തം വൈബായിട്ടുള്ള ആൾക്കാർ, പിന്നെ അവിടുത്തെ വർക്ക് അടിപൊളി, എല്ലാം കൊണ്ടും സെറ്റ്. അങ്ങനെ ഇപ്പം പോടാ എണീച്ച് ഷോർട്ട് ഫിലിം സാലറി അങ്ങനെ. അപ്പം ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഇനിയും കുറച്ചുകൂടെ ലൈഫ് സെറ്റാക്കണം, സെറ്റായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ സെറ്റാക്കി റെഡിയാക്കണം. ജോബിന്റെ എക്സ്പീരിയൻസ് ഞാൻ എന്താ പറയണ്ട, നീയല്ലേ ജോലിക്ക് ഞാൻ വയ്യ കൈസ്, അതുകൊണ്ടാണ് പുളിച്ചാടിയല്ല. എനിക്ക് കുറച്ച് ദിവസം തൊട്ട് ഒരാഴ്ചയായിട്ട് വയ്യാണ്ടിരിക്കുക. പനിയൊക്കെ ആയിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. കോളേജ് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ എറണാകുളത്തോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ബാൻഡ് ഉണ്ട് 43 മത്സരം. അപ്പം അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കൊച്ചിയിലോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊച്ചിയിൽ തന്നെ ടെക് ഓഫ് എന്നൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു.
ജോയിൻ ചെയ്തപ്പോൾ അടിപൊളി കമ്പനിയാണ്, സെറ്റാണ്, അത്യാവശ്യം ഇച്ചിരി മെയിൻ കമ്പനിയാണ്. മെയിൻ കമ്പനീസൊക്കെയാണ് അവർ മെയിൻലി ചെയ്യണത്. അവരുടെ ക്ലയൻസൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. അപ്പം അങ്ങനെ അവിടെ കയറി പുതിയ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെയാണ് സംഭവിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീറ്റിയറൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞത് ജസ്വിന് പോകും, കാനഡയിൽ പോകുമെന്ന്. വളരെ സന്തോഷം. അതിനൊന്നും പറഞ്ഞല്ലേ? ഇല്ല എന്റെ പൊന്നടാ, എടാ ഇല്ല, വർക്ക് ചെയ്യണല്ലേ പറഞ്ഞു. നീ കോളേജ് പഠിക്കുമ്പോഴേ പറഞ്ഞ കാനഡയിൽ പോകണം. UK പോകണം. അത് ഇവര് വെറുതെ പറഞ്ഞു, പക്ഷെ ഒരു കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞത് പിന്നെയാണ്, ഡെയിലിയാണ്. അതെ, നീ ഖത്തറിലായിരുന്നു, നീ ഒരു തേങ്ങ അറിയില്ല, മിണ്ടായിരിക്കും. ഞാനും എബുവും ഡാനും കൂടെ ആണ് ഒരുമിച്ച് പോകാനിരുന്നത്. അവസാനം ഖത്തറിന്ന് കുറച്ച് കാശ് കൂടുതലിട്ടെന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ചതിച്ചിട്ട് അല്ലല്ല, പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ്. പേഴ്സണൽ ഇഷ്യൂസ് ആണ്. അങ്ങനെ ഇവര് പോണെന്ന് അറിഞ്ഞു. പിന്നെ വേറെ എനിക്കിപ്പോ അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാനിപ്പോ കാനഡയില് അല്ലാണ്ട് പഠിക്കാനായിട്ടല്ല, ശരിയല്ല, നമ്മള് വർക്കിനായിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോകും. അപ്പൊ ഇവരൊക്കെ മീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിലെ ന്യൂ ഫേസ് ആണ് കൃഷ്ണത്ത്. അപ്പൊ കൃഷ്ണത്ത് എങ്ങനെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് വന്നു, എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ള കഥകൾ ഓരോന്നായി പറയുന്നതായിരിക്കും. എങ്ങനെ പറഞ്ഞു? ഞാനെങ്ങനെ വന്ന്, ഞാന് ഹോസ്റ്റലിൽ ചേർന്നില്ല, വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു. പിന്നെ എങ്ങനെയോ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ കേറി അങ്ങനല്ലേ? ഊണൊക്കെ എടുത്ത് ഫുഡൊക്കെ എടുത്ത് പിന്നെ ഹോസ്റ്റലിലായി. താമസമില്ലെന്നേ ഉള്ളൂ. രാവിലെ പോവും, വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങി വരും. അത് തന്നെയായിരുന്നു. പിന്നെ ഓരോ ട്രിപ്പായി, അങ്ങനെ അത്രയൊക്കെ തന്നെ. പണിയോ? പണി അപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്നത് സ്വർണ്ണക്കടയുണ്ട്. ആ ബിസിനസ് ഇപ്പൊ ഞാൻ പേര് പറ. രാധാകൃഷ്ണ ജ്വല്ലേഴ്സ്. രാധാകൃഷ്ണ കൂലേഴ്സോ? അതായത് അപ്പം അത് ഞാനായിട്ടിപ്പം ഇങ്ങനെ പപ്പായെ സഹായിച്ച് നോക്കിക്കൊണ്ട് പോകുന്നു. ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു പണക്കാരൻ. കുറച്ച് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി, ഇതാന്ന് തോന്നി. ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും ഇതാകുമ്പം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ബിസിനസ്സിലേക്കും തിരിഞ്ഞു. BMW എടുത്തു എൻ്റെ. അപ്പൊ ഇവര് അടുത്ത മാസം എത്ര ഡേറ്റ് എന്നാ? 22 കാനഡയിൽ പോകണം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ടോ വെച്ചാൽ ഇപ്പം വലിയ വിഷമമൊന്നുമില്ല. ആ സമയം ചിലപ്പോൾ വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റിനോട് അബുവിനോട് ചോദിക്കാം എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്, അതില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാനുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ എന്താണ്, അതിനെ പറ്റിയുള്ള ഫുൾ സാധനങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് കേരളം വിട്ട് അവർ പോകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതിൻ്റെ അതെ ക്യാമറ പോലെ രക്ഷപ്പെടുമോ? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല അതല്ല, വേറെ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവരോട് ചോദിക്കാം. എബു പറയാം. ഡയറി ഫാം എന്തുകൊണ്ട് ആൾക്കാരെല്ലാരും പോകുന്നു? അങ്ങനെയല്ല, എവിടെ ചെന്നാലും രക്ഷപ്പെടും. പണിയെടുക്കണമെന്നേ ഉള്ളൂ. അവിടെ പോണെന്ന് നിർബന്ധം. കേരളത്തിൽ പണിയെടുത്തു. എന്താ പണി? എല്ലാ കല്യാണത്തിനും കൂടാൻ പോകും. ഇല്ല, ഞാൻ അത്യാവശ്യം ഇങ്ങോട്ട് തന്നെ വർക്കെല്ലാം ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്, വർക്ക് ഇവിടെയൊക്കെ ചെയ്യാറുണ്ട്. എന്താ വർക്ക്? കല്യാണം, ചെറിയ ചെറിയ പരിപാടികൾ കയ്യിലോട്ട്. എല്ലായിടത്തും ഫുഡ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ പരിപാടി ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അതിലും ഇഷ്ടം എന്തുകൊണ്ട് കാനഡ എന്ന് പറഞ്ഞ കൺട്രി ചൂസ് ചെയ്തു. വേറെ എത്ര കൺട്രീസ് ഉണ്ട്? വേറെ ഇഷ്ടംമാതിരി കൺട്രീസ് ഉണ്ട്. എല്ലായിടത്തും അന്വേഷിച്ചു. അപ്പൊ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നല്ല കുറഞ്ഞ രാജ്യങ്ങളും ഇല്ലേ? കാനഡ അല്ലാതെ എല്ലാരും
ഖത്തറിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയ ഒരു സംഭവമൊന്നും അല്ല. എനിക്ക് ഇങ്ങോട്ടൊരു ചാൻസ് കിട്ടിയപ്പം ഞാൻ പോയെന്നേ ഉള്ളൂ. ഖത്തറിൽ പോയപ്പോൾ കുറേ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അതായത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഇതൊക്കെ കിട്ടി. ഇനിയാണേലും പോകണമെങ്കിൽ പോവാം, അല്ലെ നാട്ടിൽ തുടരാം. ഇതുവരെ ഇത് ആയിട്ടില്ല. ഇങ്ങനെ അതെ. കാനഡ ചെന്ന് കഷ്ടപ്പെടണ്ടേ? എടാ എവിടെ പോയാലും കഷ്ടപ്പെടണം. മീശ പിരിക്കണേ എടാ എങ്ങനെ അവിടെ ജീവിത രീതിയൊക്കെ എങ്ങനെ അവിടുത്തെ? ജീവിത രീതി എന്ന് പറഞ്ഞാല് നമ്മളവിടെ ചെന്ന ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. ഞാൻ എബുവിനോട് ചോദിച്ചു നമ്മളെയൊക്കെ എല്ലാ ദിവസവും വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അതിന് സമയം കിട്ടില്ല എന്നാ പറഞ്ഞത്. സമയം കിട്ടില്ല, സമയം ഉണ്ടാവില്ല. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരും. അത് അടുത്ത വരില്ല. പറഞ്ഞു വിടും. എടാ മിക്കവാറും ഒരു കൊല്ലം കഴിയുമ്പോ തന്നെ വരും. കാരണം കൃഷ്ണത്തിന്റെ കല്യാണം ഉണ്ടാവില്ല. മൂത്തവരാദ്യം കിട്ടണമെന്ന് എന്നെക്കാളും ഒരു 3-4 വയസ്സ് മൂത്താണ്. അങ്ങനെയൊന്നുമല്ല, കൃഷ്ണത്തിന് ചെറിയ ലൈഫ് ഗോൾസ് ഒക്കെ ഉണ്ട്. 25-ാമത്തെ വയസ്സിൽ കെട്ടണം. കൊച്ചു വേണം. അപ്പൊ മിക്കവാറും അതിനൊക്കെ ആയിട്ട് വരേണ്ടി വരും. ഏതിന്? നിന്റെ കല്യാണത്തിന് നീ അവിടെ ചെന്ന് ജോലി ചെയ്യും. ജോലി കേടാ. എനിക്ക് ഇത്ര നാൾ എബുവിനെ വെച്ചാൽ എബു കൂടുതൽ ഉറക്കമാണ്. ഉറങ്ങാത്ത സമയം എബു. നീ ഉറങ്ങുമ്പോ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. അതാ അതേത് അരവിന്ദ് എന്തുകൊണ്ടാണ് ഞങ്ങളെടുത്ത കോഴ്സ് തന്നെ എടുത്തത്? എന്താണ് ഫ്യൂച്ചർ പരിപാടി? പറഞ്ഞ പോലെ അതെനിക്ക് അത് താല്പര്യമാണ് ഒരു കോഴ്സ് എടുക്കാൻ. കാരണം ഫിലിം ആൻഡ് അല്ല, അപ്പൊ അല്ല കോളേജ് വെച്ച് ഇവൻ ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു. ചോദിച്ചാൽ എന്താ പരിപാടി ഒന്നും പറയണില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവര് പോകുന്നു, അന്ന് ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് പോയ ആളാണ് അരവിന്ദ്. ഇല്ല, ഞാൻ ഇവന്റെ അടുത്ത് പോണ എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ഇപ്പൊ LDC പഠിക്കാൻ പോണതെല്ലാം. പക്ഷെ ഇവന് അന്നൊന്ന് അതിനോട് ഇന്റേൺഷിപ്പിന് പോയി. തിരക്കിലായി പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള അരവിന്ദ് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. ഇല്ല, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? അത് ബെനിഫിറ്റ്. ഞാൻ എന്താ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം. മാതൃഭൂമിയല്ല, മെട്രോ. അവിടെ ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് പരിപാടി. അവിടെ എന്ത് തന്നെയായിരുന്നു, അത് ഇന്റേൺഷിപ്പായിരുന്നു. ഡിസൈനറാണ് കൂട്ടത്തിലെ. എന്നെക്കാൾ നന്നായിട്ട് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേറെ ഒരാളുണ്ട്, അഭിജിത്താണ്. അപ്പൊ അങ്ങനെയാണ് അഭിജിത്ത് തന്നെ. സത്യം പറഞ്ഞ അരവിന്ദന് ഒരു ഐഡിയ ഇല്ല കേട്ടോ അവൻ എന്താ പഠിക്കണ്ടേന്ന്. ആദ്യം എന്നോട് പറഞ്ഞ് എടാ ഗ്രാഫിക് ഡിസൈൻ പഠിച്ചാലോ. അതെന്താന്ന് ചോദിച്ചാല് അത് ഇമാരെടുത്ത കോഴ്സ് എനിക്ക് സെപ്റ്റംബറിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വർഷം. അപ്പം അതിന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോകാന്ന് വെച്ച് അത്. അപ്പം അങ്ങനെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പോകേണ്ടതാണോ? അങ്ങനെയല്ല, ഞാൻ പഠിച്ച കോഴ്സ് തന്നെ. നമ്മളിപ്പോ കുറെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ മാറാൻ പറ്റുമോ നോക്കി മാറാം അതിലോട്ട്. പക്ഷെ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത വർഷം പോകുന്ന വെച്ച് അടുത്ത ഇൻടേക്കിലോട്ട്. അങ്ങനെ ജനുവരി ഇവരുടെ കോഴ്സ് തന്നെ. ഡിസംബറിൽ ഞാൻ പോകും. ജനുവരി ക്ലാസ് തുടങ്ങും. ഫാമിലിയെ കൊണ്ടുപോകണമെന്നുണ്ട്. വലിയ 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 ആഗ്രഹങ്ങളും പ്ലാൻസും ആണ്. ഇല്ല ഇല്ല, അപ്പം അല്ല പശു അവിടെ ഇല്ലേ? പശു കിട്ടൂല്ലേ? തുടങ്ങാലോ, ഹൈടെക് ആയിട്ട് തുടങ്ങാലോ. കൺട്രി സൈഡില് ഒരു ഫാം ഹൗസ്. ഞാനുണ്ട്. കുതിരയുണ്ട്. ഫാമിലോട്ട് കൊണ്ട് വീട്ടിൽ ചെറിയ ആഗ്രഹമൊന്നുമല്ല കേട്ടോ. ഒരു കൊച്ചു മൂവാറ്റുപുഴ അവിടെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. എടാ ഞാൻ ശരിക്കും പറഞ്ഞ വീട്ടില് കുതിരനെ മേടിക്കാനുള്ള പ്ലാനൊക്കെ കേട്ടോ. അല്ല കാര്യമായിട്ട് പറഞ്ഞാ. അന്നേരം അപ്പം സമ്മതിച്ചില്ല. എടാ കാരണം എന്ന് വെച്ചാ ബീച്ചിൽ കുതിരയെ കൊണ്ടുപോകും. ആലപ്പുഴ ബീച്ചിലോ റണ്ണിങ് റൈഡിങ് ലാഭമുള്ള കച്ചവടം.
അത് നല്ല പരിപാടിയത്. പക്ഷെ കുതിരേനെ അതിന് ഫുഡൊക്കെ മേടിക്കണം. പിന്നെ വേണ്ട പിന്നെ പട്ടിണി എടുത്താ ജോബിനിടയ്ക്കൊന്ന് പോയി കൃഷി നീ താല്പര്യമാണ്. നമ്മള് സത്യം പറഞ്ഞാലേ നീ പിന്നെ അഗ്രികൾച്ചർ അങ്ങനത്തെ കോഴ്സ് നോക്കാം. അത് ശരിയാണ്. അഗ്രികൾച്ചർ, ഹൗസ് വാമിംഗ് എനിക്ക് താല്പര്യം അത്. എന്താ കവിനെന്താ പറയലടാ? സ്റ്റോക്ക് ലൈഫ് സ്റ്റോക്ക് ലൈഫ് സ്റ്റോക്ക് ലൈവ് എടാ ആട് പട്ടി പൂച്ച അങ്ങനെ ലൈഫ് സ്റ്റോക്ക് പറഞ്ഞ പാലിരുന്നത് പട്ടിയുടെ പാലിരുന്നു. ഈ തന്ത വൈബിനെ പറ്റി എന്താ അഭിപ്രായം? അത് അത് പിന്നെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് ആവൂടാ, അതിപ്പോ അതൊരു തന്ത വൈബ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ടെക്നോളജി മാറുമ്പോ ഇപ്പൊ നമ്മൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ സ്റ്റൈൽ ഓഫ് വേർഡാണ് തന്തവേർഡ്. അവരുണ്ടാക്കിയ വാക്കാണ്. വേറെ ഒന്നും അതിനപ്പുറത്തോട്ട് പണ്ട് റോക്ക് പോപ്പ് പാട്ട് കേട്ടോണ്ടിരുന്ന ജയ ഇപ്പം ഓൾഡ് മലയാള സോങ്സ് കേൾക്കുന്നത്. അതെ, യേശുദാസിന്റെ ഒക്കെ അല്ലേ? അതുപോലെ നിക്കറിട്ടുണ്ടായിരുന്നു, ഇപ്പൊ മുണ്ടായി. കറക്റ്റ് കേട്ടോ. ഇപ്പൊ കണ്ടോ എബു കണ്ടോ ഇപ്പൊ തിരിച്ചു പോയി. അത് എബുവിന്റെ കൂടെ കൂടി ചേർന്നിട്ട് ഞാൻ മുണ്ടായിരുന്നു. എനിക്ക് മുണ്ടെന്ന് ഇഷ്ടം. പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഏത് അതല്ല ഞാൻ മുണ്ടായിട്ടൊന്നും. നമ്മള് കോളേജിൽ നിന്ന് വന്ന ശേഷം ഗ്രാജുവേറ്റ് ആയ ശേഷം കുറെ മാറ്റങ്ങൾ കോളേജിൽ വന്നല്ലേ? എല്ലാരും പറയാം കോളേജിന് കുറെ മാറ്റങ്ങൾ. തിയേറ്റർ, ലിഫ്റ്റ്, കോളേജിനെ പറ്റി എപ്പോ സംസാരിക്കുന്നത്? നമ്മളെല്ലാം ഒന്നിച്ച എല്ലാത്തിനും ഒരു നിമിത്തം അല്ലേ? ഞാൻ അത് എപ്പോഴും ആലോചിക്കാറുണ്ട്. ചില തീരുമാനങ്ങളാണ് നമ്മളെ ഇവിടം വരെ എത്തിക്കുന്നത്. അതെടുത്ത നല്ല തീരുമാനമായിരുന്നല്ലേ അത് ഞാൻ പറഞ്ഞ കോളേജിൽ പോയ മോശമൊന്നുമില്ല. അഭിജിത്ത് ഇല്ലാന്നും പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഈ ട്രിപ്പ് ഒരിക്കലും നടക്കാൻ പോകില്ല. അഭിജിത്ത് ഇല്ല, എടാ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാന്ന്. അല്ല, ഈ ട്രിപ്പ് എത്ര നാളായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് അറിയാം. അത് പറയാൻ മറന്നുവല്ലോ. പരിപാടി അല്ല, നമ്മള് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്തു. അതെ നമ്മൾ ശരിക്കും ഇത് എല്ലാരും കൂടെ ഒന്നിക്കുന്ന പോകുന്നുണ്ട്. കാരണം അടുത്ത മാസം ഇവരൊക്കെ തിരക്കാവും. അങ്ങനത്തെ നമുക്കിട്ടല്ലോ ട്രിപ്പുകള് ഇന്ത്യക്ക് പുറത്തുള്ള ജോർജിയ, അതെ കേരളത്തിന്റെ പുറത്ത് പോട്ടെ, എന്നിട്ട് ഇന്ത്യയുടെ പുറത്ത്. നീ പറ അഭിജിത്തിന്റെ. അപ്പൊ നമ്മളിങ്ങനെ കുറെ ആളുകൊണ്ട് പ്ലാൻ ചെയ്ത സാധനമാണ്. അപ്പം എല്ലാരും ഇപ്പൊ എനിക്കാണെങ്കിൽ ആ സമയത്ത് ആടെ വെച്ചിട്ട് കുറെ പരിപാടികൾ വന്നു. അതായത് കുറച്ച് മെയിൻ സംഭവങ്ങൾ ഒട്ടും മാറ്റാൻ പറ്റാത്ത കുറെ സാധനങ്ങളൊക്കെ വന്നു. ജയക്കാണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നായിരുന്നു. ജയക്കും ഒരു സാധനം വന്നായിരുന്നു, മമ്മൂട്ടിയുടെ കൂടെ ഒരു ഷൂട്ടിന്റെ ഒരു സംഭവം. അവനും അത് മാറ്റി. എനിക്കും ഒരു മെയിൻ സാധനം ഉണ്ടാവും, അതിനെ ഞാൻ മാറ്റി. ഇവൻ ശരിക്കും ഇവന്റെ നമ്മൾ മെയിൻ ആയിട്ട് പറയണം. കാരണം ഇവൻ അത്രയും ടിക്കറ്റ് കാശും എല്ലാം സംഭവങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇതുവരെ വന്നു. അല്ലെങ്കിൽ ഇതിനു വേണ്ടിയാണോ വന്നത്, അല്ലെങ്കിൽ അവന് കുറച്ചു ഇനി കൂടെ വന്നാൽ മതിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ടൈമിലാണ് അഭിജിത്ത് അങ്ങനത്തെ പരിപാടി കാണിച്ചത്. ചിലപ്പം എന്തെങ്കിലും സീൻ ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. അല്ല, ഇപ്പൊ എന്ത് സീൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി വലിയ ട്രിപ്പ് ആ ഒരാഴ്ച, ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് വിളിച്ചപ്പോൾ എല്ലാവരും ഓക്കെയാണ്, എല്ലാം റെഡിയായി. ഡാനി വന്ന്, ഡാനിയെ പോയിട്ട് ജസ്ഫിനും എബുവും ജോബിനോടെ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന്, പിന്നെ അവര് ചില്ലടിച്ച് അങ്ങനെ എല്ലാവരും വന്ന് വൈബ് ഫുള്ള് തുടങ്ങി, എല്ലാം തുടങ്ങി. അപ്പൊ അഭിജിത്തിന് രാത്രി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അഭിജിത്ത് പറഞ്ഞടാ എല്ലാം സെറ്റാണ്, റെഡിയാണ്, നാളെ ഞാൻ രാത്രി കയറും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോഴത്തേക്കും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്ന എടാ കുറച്ച് സീനുണ്ട്, ഞാൻ വരുന്നില്ല കമ്പനിയിൽ. എല്ലാ ട്രിപ്പിലും എല്ലാവർക്കും ആരെയൊക്കെ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഉണ്ടാവുന്നതാണ്. ചുമ്മാ തമാശക്ക് കളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറ്റി. ഇപ്പൊ ജോബിനായാലും ഇടയ്ക്കിടയ്ക്കെല്ലാം പറഞ്ഞിട്ട് ഇട്ടായിരുന്നു, ഇടയ്ക്കൊന്നും ഇട്ടായിരുന്നു, എപ്പോൾ ഉള്ളതാണ് എനിക്ക് ഇട്ടാറ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. അവസാനം അഭിജിത്ത് ഇങ്ങനെ ഇപ്പൊ യൂസ്ഡ് ആയി അത്. അങ്ങനെ അഭിജിത്ത് ഇങ്ങനെ പറഞ്ഞ് പിന്നെ എന്നിട്ട് ഞാൻ സംസാരിച്ച്, ജോബി സംസാരിച്ച്, ഡാനി സംസാരിച്ച്, ജസ്വിൻ, നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുണ്ടെടാ എങ്ങനെയെങ്കിലും നോക്കാം അതാ ഇതാന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ആദ്യം ഒരു റീസൺ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ മാറി. ഇതല്ല, ഇപ്പൊ കമ്പനി കുറച്ച് സീനായി, അവന് രാവിലെ തൊട്ട് എത്ര 10 മണി തൊട്ട് രാത്രി 9 മണി വരെ മീറ്റിംഗ്. എന്തൊക്കെയാണ് നടക്കുന്നത് അവന്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് അവനോട് പറഞ്ഞൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥ അവൻ പറയാണ്
ഇതിന് മെസ്സേജ് അയക്കും, എടാ എനിക്ക് ചെറിയ പാനിക് അറ്റാക്ക് ഉണ്ടായി, അപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോയി. അതുകൊണ്ടുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അതും കൂടെ കാണാൻ ഒരുമിച്ചാണ് പോയത്. പോണ വഴിക്കാണ് എന്തൊക്കെയോ ആളെ പറയുന്നുണ്ട്. വിചാരിച്ചില്ല വെളുപ്പിനെ പോലും അവൻ രാത്രി ഒരു 1 മണിക്ക് കയറൽ, രാവിലെ നമ്മളൊരു 7 മണി 7:30 അവൻ ചെന്നൈയിലാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങിയാലും കേറായിരുന്നു എന്തിനെങ്കിലും. പക്ഷെ എന്നിട്ട് അവൻ വരാൻ പറ്റില്ല, കമ്പനി എന്തൊക്കെ സീനാന്നൊക്കെ പറഞ്ഞു. അഭിജിത്തിന് മനസ്സിലാവാത്തവർക്ക് ഇവിടെ ഒരു ഫോട്ടോ വരും. ഇവിടെ ഇവിടെ ഇത് കാണിച്ചു ഇവിടെ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അവൻ വന്നില്ല. പക്ഷെ നമ്മളത് ഇച്ചിരി ലേറ്റ് ആക്കിയെങ്കിൽ ചിലപ്പം ഈ ട്രിപ്പ് ചിലപ്പോൾ നടക്കാൻ വഴിയില്ല. കാരണം ഇവര് ഇപ്പം ജസ്മിനെ പോവാണെങ്കിൽ പോകാനുള്ള എല്ലാം തുടങ്ങി അവർക്ക്. എനിക്കും ജോബിനും ലീവും അവധിയാണല്ലോ, അതുപോലും മാറ്റി വെച്ചിട്ടാ അത് പറ്റത്തില്ല. കാരണം അവർക്ക് പോകാനുള്ള ഇന്ന് നടന്നില്ല, പിന്നെ ഒരിക്കലും നടന്നില്ല. ഇനിയിപ്പൊ അടുത്ത ആഴ്ച ഇവിടെ തന്നെ ഇവിടെ ഈ പ്രോപ്പർട്ടി തന്നെ വേറെ ഗസ്റ്റ് വരുമായിരിക്കും. മാത്രമല്ല ഞങ്ങൾക്ക് പോകാറെടുക്കാൻ വീട്ടിൽ നിന്നും വിടാനുള്ള 1 മാസം ബുക്ക് ചെയ്തതാ. കൃത്യം മഴ, ഇപ്പൊ ഫുൾ മഴ. പക്ഷെ മഴ അത് ഇത് പോണ ഇപ്പോൾ വാഗമണ്ണാണ് കേട്ടോ. ഇവിടെ ക്ലോസ് ചെയ്ത് വരാനൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ എന്റെ വീട്ടിൽ നിന്നായാലും പറഞ്ഞവിടെ മഴയില്ലേ, ഏതാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും ഇവിടെ മഴ പോയിട്ട്, പക്ഷെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. മഴയില്ലെന്നേ ഉള്ളൂ, അടിപൊളി നല്ല തണുപ്പായിരുന്നു ഇന്നലെ. നല്ല പ്രോപ്പർട്ടിയാണ്, അടിപൊളി. ഫ്രണ്ട്സിന് വന്നിട്ട് അടിച്ചു പൊളിക്കാൻ മേടിക്കത്തില്ലേ കുറച്ചൊരു 5 വർഷം 5 വർഷം എന്റെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് എല്ലാവരും സെറ്റിൽ ആയി കഴിഞ്ഞ് ഇതുപോലെ ഒരു സംഭവം പണി തരണം അവിടെ. എന്നിട്ട് ഗസ്റ്റിന് കൊടുക്കണം, പിന്നെ നമുക്ക് കൂടാനും. ജോസഫ് ജോൺ അല്ല ഇതുവരെ ഒരു ട്രിപ്പിന് വന്നിട്ടില്ല. അങ്ങനെ അവന് ഞാൻ മെസ്സേജ് അയച്ചു, എടാ ജോസഫ് ജോണെ വാ, അതാ ജസ്റ്റിൻ നമ്മളെല്ലാരും ഇല്ല, അപ്പൊ എടാ വരാം, മാക്സിമം വരാമെന്നല്ല നോക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പിന്നെ അതിന്റെ ഒരു വിവരം കാര്യങ്ങളില്ല. എന്നിട്ട് ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തു, എടാ ജയ നിങ്ങൾ ട്രിപ്പിലാണെന്ന് ചോദിച്ചു. ആ ട്രിപ്പിലാണ്. പിന്നെ അതിന് റിപ്ലൈ വന്നിട്ടില്ല ഇതുവരെ. അവന് പനി പിടിച്ചിറക്കുക, ഗോവയ്ക്ക് പോയിക്കോ. അവൻ ഇപ്പോഴാണ് ഗോവയ്ക്ക് പോയിട്ട് ട്രെയിനൊക്കെ മിസ്സായി, പനിയൊക്കെ പിടിച്ച് വീട്ടിൽ കിടക്കുന്നു. പാടേ പോ, മനസ്സ് തുറന്ന് പാടടാ. നമ്മളെപ്പോഴും ഒരു കഥ പറഞ്ഞു. ഇവന്റെ പാട്ട് ഇങ്ങനെയാണ് ജീവിതം, ഇങ്ങനെയാണ്. എല്ലാരും പൊഴിഞ്ഞു പോകും. അവസാനം ജയം നമ്മൾ ഒറ്റയ്ക്കാവും. അന്നേരം അപ്പോഴും നമ്മൾ മനുഷ്യനായി മാറും. എപ്പോഴും എല്ലാരും കാണണമെന്നില്ല. ആ പാട്ട് എങ്ങനെ ഓർക്കുന്നത്? അവിടെ എങ്ങനെ ഓർക്കണമെന്നോ തുടങ്ങുന്ന ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരിമുത്തി താത്തിരികെ ചെറുതായ കുഞ്ഞിളമേ കളി വാക്ക് ചൊല്ലിടണേ, വന്ന് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ അറിയില്ല. കളി ഊഞ്ഞാലിലെ തള്ളലിലാഞ്ഞു എടാ നീ ആ പാട്ട് പാടാ അവിടെ. എൻ ഹൃദയ അവസാനത്തെ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. മണിവള തിളങ്ങണ കയ്യാലെ വിരലുണ്ടി വിളിക്കണതാരാണ്, മണിവള തിളങ്ങണ കയ്യാലെ വിരലുണ്ടി വിളിക്കണതാരാണ്. മുതുതികൾ വിളിക്കണ മുടിലോരം മുരശ്രുതി മുരക്കണതാരാവോ കിന്നരാനോ പാറ്റേ
നേരമാ എന്തേ എന്നും വന്നില്ല എന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം ആകാശത്തോപ്പിൻ കിന്നരൻ. ഓക്കെ, അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യല്ലേ? നമ്മള് നമ്മളെ ജസ്വിനും എബുവിനും നമ്മളെ കാനഡയിലുള്ള യാത്രയ്ക്ക് നമ്മള് നല്ലൊരു എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്. ഇവൻ ഡിസംബറിൽ എനിക്ക് കൊണ്ട് കയറുമായിരിക്കും ഇവിടെ നിന്ന് അല്ലേ? അപ്പൊ അങ്ങനെ അരവിന്ദിനും നമ്മൾ നല്ലൊരു അനുഗ്രഹവും ആശംസകളും സമ്മാനവും എന്താ പറയണേ അപ്പം വില പറയണ്ട നമ്മൾ ഈ പോഡ്കാസ്റ്റ് മനസ്സിലായിട്ടില്ല. പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, അതുപോലെ ഈ പോഡ്കാസ്റ്റ് നമുക്ക് വിർച്വൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ അതിനുള്ള എന്തെങ്കിലും സംവിധാനം നമ്മള് കുറച്ചുകൂടെ വൈബായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ വഴി എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഇരുന്നുള്ള സാധനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ ആൻഡ് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. Okay, bye guys. See you. Okay.